പഞ്ചായത്തുകളിലെ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും നാടകീയ രംഗങ്ങളും അപ്രതീക്ഷിത കൂട്ടുകെട്ടുകളും. തൃശൂർ മറ്റത്തൂരിൽ ആകെയുള്ള 8 കോൺഗ്രസ് അംഗങ്ങൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച BJPയെ പിന്തുണച്ചു. പത്തനംതിട്ട കോട്ടങ്ങലിൽ SDP പിന്തുണയിൽ ജയിച്ച UDF പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. പഞ്ചായത്ത് അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും കണ്ടത് നാടകീയ രംഗങ്ങളാണ്. പാർട്ടിയിലെ കലഹത്തെ തുടർന്ന് തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിൽ ജയിച്ച എല്ലാ കോൺഗ്രസ് അംഗങ്ങളും കൂട്ടത്തോടെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. പാർട്ടി വിശ്വാസവഞ്ചന കാട്ടിയെന്നാരോപിച്ച് രാജിവെച്ച 8 അംഗങ്ങൾ BJPയുമായി ചേർന്ന് ഭരണം പിടിച്ചു. സ്വതന്ത്രയായി വിജയിച്ച ടെസി ജോസ് കല്ലറക്കൽ പ്രസിഡന്റാകും. പത്തനംതിട്ട കോട്ടങ്ങൽ പഞ്ചായത്തിൽ SDP പിന്തുണയിൽ UDF വിജയിച്ചു. എന്നാൽ SDP പിന്തുണ നിരസിച്ച UDF പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. കോട്ടയം കുമരകം പഞ്ചായത്തിൽ BJP UDF കൂട്ടുകെട്ടിനാണ് ഭരണം. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച UDF സ്വതന്ത്രൻ AP ഗോപിക്ക് UDFും BJPയും വോട്ട് ചെയ്തു. ഇതോടെ LDFനും UDFനും 8 വീതം വോട്ടുകൾ ലഭിച്ചു. തുടർന്ന് വോട്ടെടുപ്പിലൂടെ UDF BJP സഖ്യം അധികാരം പിടിച്ചു. പത്തനംതിട്ട അയിരൂർ പഞ്ചായത്തിൽ BJP പുറത്താക്കി UDF LDF കൂട്ടുകെട്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥി സുരേഷ് കുഴുവേലിക്കായി LDFും UDFും ഒന്നിച്ചു. ഇതോടെ 6 സീറ്റ് നേടിയ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടും BJP പുറത്തായി. പാലക്കാട് പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് ഭരണം 60 വർഷത്തിനു ശേഷം കോൺഗ്രസിന് നഷ്ടമായി. CPM വിമതയുടെ പിന്തുണയോടെ CPMും IDF സഖ്യവും അധികാരം പിടിച്ചു. കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ പഞ്ചായത്ത് മുണ്ടേരി 40 വർഷത്തിനു ശേഷം UDF ഭരണം പിടിച്ചു. LDFന്റെ ഓരോ വോട്ട് അസാധുവായതോടെയാണ് UDF ഭരണം പിടിച്ചത്. UDFന്റെ CK റസീന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. എറണാകുളം പുത്തൻകുരിശ് പഞ്ചായത്തിൽ 2020 പിന്തുണയോടെ 10 വർഷത്തിനു ശേഷം UDF ഭരണം പിടിച്ചു. ഇടതുമുന്നണിക്ക് 8 സീറ്റും UDFന് 7 സീറ്റുമായിരുന്നു ഉണ്ടായിരുന്നത്. 2020 അംഗങ്ങൾ UDFനെ പിന്തുണച്ചതോടെയാണ് പഞ്ചായത്തിൽ UDF അധികാരത്തിലെത്തിയത്. UDFിലെ റെജി തോമസ് ആണ് പ്രസിഡന്റ്. വടകര ബ്ലോക്ക് പഞ്ചായത്ത് UDF RMP മുന്നണി ഭരിക്കും. RJD അംഗം മാറി വോട്ട് ചെയ്തതോടെയാണ് ജനകീയ മുന്നണി ഭരണം പിടിച്ചത്. ഇരു മുന്നണികൾക്കും 7 വീതം സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. വോട്ടെടുപ്പിൽ RJD അംഗത്തിന്റെ വോട്ട് കൂടി ലഭിച്ചതോടെ 8 വോട്ടുകൾക്കാണ് UDF RMP മുന്നണി വിജയിച്ചത്.